എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്ത് ജിമ്മുകൾ നാട്ടിൽ ഒത്തിരി ഉണ്ട് അല്ലേ? മാത്രമല്ല ജിമ്മ് ട്രെയിനിങ് എടുക്കുന്നവരും കൂടുതലാണ്. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ പോകുന്നവരുണ്ട്. അപ്പം ഭൂരിഭാഗം ജനങ്ങളും ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പോകുന്നവരാണെങ്കിലും കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ബോഡി ബിൽഡിങ്ങും പറഞ്ഞ പോലെ ഒരു പ്രൊഫഷൻ ആക്കിയവരുണ്ട്. അപ്പം മിസ്റ്റർ പട്ടങ്ങൾക്ക് വേണ്ടി പോകുന്നവരും ഒത്തിരി പേരുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ന്യൂസുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടൊരു വാർത്തയാണ്, ഒരു ബോഡി ബിൽഡറിന് 35 വയസ്സായുള്ളൂ, ദാരുണാന്ത്യം, സഡൻ ഡെത്ത്. ഇതും കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. എല്ലാവരും അല്ല, പക്ഷെ ഒരു ശതമാനം ജിം ട്രെയിനർമാരെങ്കിലും പറഞ്ഞ പോലുള്ള സ്റ്റിറോയിഡുകൾ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ സ്റ്റിറോയിഡുകളുടെ ഉപയോഗം മസിൽ പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നവരും എടുക്കാൻ പ്രേരിപ്പിക്കുന്നവരും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിറോയിഡുകൾ, ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ സ്റ്റിറോയിഡ് എടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളിലോട്ട് അത് നയിക്കാം. ഒന്ന്, സ്റ്റിറോയിഡ് എടുത്തിട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ധാരണക്കുറവ്, ബീജത്തിൻ്റെ ഉൽപ്പാദനം ഇല്ലായ്മ, പിന്നെ അതുപോലെ തന്നെയുള്ള മസിൽ അട്രോഫി, മസിലുകൾ വീണ്ടും പെട്ടെന്ന് കുറഞ്ഞു പോകും. പിന്നെ ചില ക്യാൻസറുകളോട്ട് വഴികളിലേക്കാം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഈ പ്രശ്നങ്ങളിലോട്ടൊക്കെ ഉള്ള സാധ്യതയെ അത് കൂട്ടുന്നത് തന്നെയായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള അനബോളിക് സ്റ്റിറോയിഡുകൾ എടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ജിം ഫ്രീക്കന്മാരോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യുന്നെങ്കിൽ ആയിക്കോട്ടെ. മാത്രമല്ല ഇപ്പോൾ നല്ല മഴയാണ്, എല്ലായിടത്തും തന്നെയുണ്ട്, കേരളം ഒട്ടുമൊത്താകെ. എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ലൊരു ജാഗ്രത പാലിക്കുക, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അല്ല കേട്ടോ. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.